ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെ റോക്കറ്റ് ആക്രമണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പിന് നേരെയാണ് റോക്കറ്റ് ആക്രമണം നടന്നത്. 5 സൈനികർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇവരെ അൽ അസാദ് എയർബേസിൽ ആണ് ഇപ്പോൾ ഇവരെ എത്തിച്ചിരിക്കുന്നത്. അവിടെയാണ് ചികിത്സ നടക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആര് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. സാധാരണഗതിയിൽ ഇറാഖിലുള്ള അമേരിക്കൻ ഈ സൈനിക ക്യാമ്പിന് നേരെ ഇറാൻ്റെ പിന്തുണയുള്ള ചില ഗ്രൂപ്പുകൾ മുൻപ് ആക്രമണം നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ എത്തിയിട്ടില്ല. സ്വാഭാവികമായും എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാ സംശയത്തിൻ്റെ കുന്തമനകളും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിസ്ബുള്ള ലബനൻ ആസ്ഥാനമാക്കിയൊക്കെ ആക്രമണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ഇതും നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കാരണം അമേരിക്കയ്ക്ക് കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, വിഷയത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.